കയ്യിലെടുത്ത് വാഴ്ത്തിയിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെയും 7 അപ്പം കൊണ്ട് 4000 പേരെയും വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുത്തത് അവരുടെ വയറ് നിറയ്ക്കുവാനാണ്. എന്നാൽ മാളികമുറിയിൽ കർത്താവ് അപ്പം കയ്യിലെടുത്ത് നുറുക്കിയത് ശിഷ്യന്മാരുടെ കണ്ണുകളെ ഈറനണിയിക്കുവാനിടയാണ്. അരുത് കർത്താവേ, അങ്ങിത് ചെയ്യരുതേ എന്ന് അവർക്ക് മനസ്സിൽ ബോധ്യം വന്നു. അവരുടെ കാല് കഴുകുമ്പോൾ എന്റെ കാല് കഴുകേണ്ടതുവരെ പത്രോസ് പറഞ്ഞതാണ്. ആ കണ്ണുകൾ നിറകണ്ണുകളോട് ഈ മേശ എടുക്കുവാൻ ഇടയാക്കി തീർക്കട്ടെ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് കർത്താവ് അല്പദൂരം പോയി അത് മുന്നോട്ട് പോകുന്നത് പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ കർത്താവിൽ കൂടെ താമസിക്കുക, നേരം വൈകുന്നല്ലോ എന്ന് പറഞ്ഞ അവരോടുകൂടെ രാത്രിയിൽ കർത്താവ് വിശ്രമിക്കുമ്പോൾ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. അന്ന് അവരുടെ വയറ് നിറയുകയല്ല, അവരുടെ കണ്ണ് നിറയുകയല്ല, അവരുടെ കണ്ണ് തുറക്കുകയാണ് ചെയ്തത്. ഈ മേശ അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മീക കാഴ്ചപ്പാട് പ്രാപിക്കുകയാണ് ചെയ്തത്. തിബര്യാസക്കടലിൽ കർത്താവ് 5ാമതൊരു തവണ കൊണ്ട് കർത്താവ് അപ്പവും മീനുമെല്ലാം അവർക്ക് കൊടുക്കുന്നു. അത് നോക്കി കൊടുക്കുമ്പോൾ പിന്മാറ്റത്തിലായിരുന്നവര് തിരികെ വരികയാണ്. യേശു ആരാണെന്ന് അവര് തിരിച്ചറിയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മേശ അനുഗ്രഹത്തിന്റെ മേശയാണ്. ഇത് അനുഗ്രഹ പാത്രമാണ്. കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം വരികയാണ്, ശരീരത്തിലേക്ക് അനുഗ്രഹം വരികയാണ്. സമയം ശരീരത്തെ വിവേചിക്കണം, നമ്മുടെ ശരീരത്തെ, സ്വന്തം ശരീരത്തെ വിവേചിക്കണം. യേശു കർത്താവിന്റെ പരിപാവനമായ ശരീരത്തെയും തിരിച്ചറിയുവാനിടയാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഈ മേശയിൽ നിന്ന് പങ്കാളികളായി തീരാം.